പെന്റഗൺ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. ഈ അടിയന്തര യോഗം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇറാൻ അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ അസറ്റ്സിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതായിരിക്കും ഒരു പക്ഷേ അമേരിക്കയിൽ സംഭവിക്കുന്ന വലിയൊരു ചർച്ച. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നാഗ്രഹിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ അമേരിക്കയെ കൊണ്ടുവരണം. ഇത്തവണ നമ്മുടെ കയ്യിൽ നിന്നും ഇത് വഴുതി പോവുകയാണെങ്കിൽ ഇസ്രായേലിന് പിന്നെ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാനേ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഇറാനെ നേരിട്ട് സഹായിക്കാൻ സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ലല്ലോ. സിംഹം ഒറ്റയ്ക്ക് വേട്ടയാടുന്നത് പോലെയാണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥ. ഇറാൻ 25 വർഷമായി കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു മൃഗം പോലെയാണ്. അതിൻ്റെ കാലുകൾ, കൈകൾക്കെല്ലാം ശക്തിയുണ്ടോ ദുർബലമാണോ എന്ന് ഇറാന് പോലും അറിയില്ല. കാരണം പുറം ലോകത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോഴും ഇറാനുള്ളിൽ വ്യാപിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അത്തരം ഇറാനെ ഇസ്രായേലിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യവും നമ്മൾ അറിയണം. ഇസ്രായേൽ കൈകാര്യം ചെയ്തു, പക്ഷെ ഇവിടെ ഏത് തരത്തിലാണ് ഇറാൻ ഒരല്പം ബെറ്ററായി മാറുന്നത്? ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാന്റെ വളർച്ച ഇസ്രായേലിന് നല്ലതല്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വർഷാവർഷം ഇതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞാലും ഇതിനൊരു വിശദീകരണം മാത്രമേ ഉള്ളൂ. ആ വശത്തുള്ള ജൂതമതം, ഈ വശത്തുള്ള അറബ് ലോകത്തിന്റെ ഇസ്ലാം. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകും. ഒരു സമയത്ത് ക്രിസ്തുമതം കൂടെ ഇതിൽ ഉൾപ്പെട്ട് ഒരു 2 മതസംഘർഷമായി ഇത് വളരുമെന്നുള്ളത് വർഷാവർഷമായി പറഞ്ഞു വരുന്ന ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു ഊഹം. അതുമാത്രമല്ല, ഈ തേർഡ് ടെമ്പിൾ അല്ലെങ്കിൽ അന്തിക്രിസ്തു, ഇവയെക്കുറിച്ചെല്ലാം ബൈബിളിലും ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ വരുമെന്നും പരാമർശിച്ചിട്ടുണ്ട്. ശരി, ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് അവർ കാരണം പറഞ്ഞത് 9 അണുബോംബുകൾ നിർമ്മിക്കാൻ അവർ തയ്യാറായിരുന്നു. 1 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അവർ ചെയ്തിട്ടുണ്ടാകും എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഖ്യ അവർ ഒരല്പം വർദ്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലായി ഇസ്രായേൽ പറയുകയാണ്, 15 ന്യൂക്ലിയർ ബോംബ്സ് നിർമ്മിക്കാനുള്ള ശേഷി ഇറാന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ്. ഇസ്രായേൽ ചിന്തിക്കുന്നത് പോലെ ഇറാന്റെ അണുവായുധ പദ്ധതിയെ അത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അങ്ങനെ നശിപ്പിക്കാൻ കഴിയുമോ? ഇത്തരമൊരു ചോദ്യം നമുക്ക് തന്നെ വരണ്ടേ? കാരണം വർഷങ്ങളോളമുള്ള ഒരു സ്വപ്നമാണ്. ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഇറാന് നന്നായി തന്നെ അറിയാം. എന്തായാലും നമ്മൾ അണുവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല എന്നും അവർക്കറിയാം. എന്നിട്ടും അവർക്ക് ആക്രമിക്കാൻ തക്കവണ്ണമുള്ള സ്ഥലങ്ങളിലാണല്ലോ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ട്വിസ്റ്റ് എന്താണ്? കൂടെ തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശം ആയുധങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എല്ലാം ഒരുമിച്ച് അറിയാം. ഇസ്രായേലിന്റെ പക്കൽ ആയുധങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൈഫ എന്ന തുറമുഖത്ത് വന്നു വീണ ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ഈ ഹൈഫ തുറമുഖം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ 30% ഓയിൽ റിഫൈനറി എല്ലാം സംഭവിക്കുന്നത് ഈ തുറമുഖത്താണ്. അദാനിക്ക് ഇതിൽ 70% ഷെയർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അത്തരം ഒരു ഹൈഫ തുറമുഖത്തിൽ പോലും അല്ലെങ്കിൽ ടെലവീവിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽസ് വന്നു വീണു എന്നുള്ളതിൽ നിന്നും നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ ആയുധങ്ങളെ തടയാൻ സാധിച്ചിട്ടില്ല. ഇത് വളരെ ഡീപ്പായി മനസ്സിലാക്കണമെങ്കിൽ മിസൈൽ സിസ്റ്റം, ആന്റി മിസൈൽ സിസ്റ്റം എങ്ങനെ വർക്കാകുമെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു മിസൈൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ശത്രു രാജ്യത്ത് നിന്നും അത് അയക്കുകയാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ നോക്കിയാണ് അത് അയക്കുന്നതെങ്കിൽ ഇസ്രായേലിൽ ഏത് സ്ഥലത്ത് ചെന്നത് വീഴണം, എത്ര സ്പീഡിൽ അത് പോകണം, ഏത് പാരബോളിക് വേ ചൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഇവർ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു പാരബോളിക് സ്ട്രക്ചറിൽ ഒരു യു ഷേപ്പിൽ ഇത് വരികയാണ്. ഈ പാരബോളിക് വേയിലേക്ക് പോകുന്നതിന് ഈ മിസൈലിന് 3 വ്യത്യസ്ത ഘട്ടമുണ്ടാകും. ഒന്ന് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്, അടുത്തത് ബൂസ്റ്റിംഗ് സ്റ്റേജ്, പിന്നീട് അതിൻ്റെ ഒരു ഫ്ലൈയിങ് സ്റ്റേജ്, പിന്നീട് അച്ചീവ്മെൻറ്റ് സ്റ്റേജ്. ഇങ്ങനെ ഇവിടെ ഏകദേശം 1000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇസ്രായേലിനും ഇറാനും ഇടയിലുണ്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇറാന്റെ പക്കലുള്ള ഈ മിസൈലുകൾ, ഈ ബാലിസ്റ്റിക് മിസൈലുകളല്ല ഇപ്പോൾ അയച്ചത്. അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലിനെ കൊണ്ട് അതിൻ്റെ പാത മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽസ് അല്ലെങ്കിൽ അവരുടെ ഈ സാങ്കേതിക വിദ്യ കാരണം അവർക്ക് അങ്ങനെ പാത മാറ്റേണ്ട രീതിയിലുള്ള സാങ്കേതിക വിദ്യയൊന്നുമില്ല. ഇത് പഴയ കാലത്തുള്ള ടെക്നോളജിയാണ്. അത്തരം മിസൈലുകളാണ് അവരുടെ കൈവശമുള്ളത്. അപ്പോൾ ഇറാൻ അയക്കുന്ന പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈൽസ് എവിടെ നിന്നും സ്റ്റാർട്ടാകുന്നു, എവിടെ അതിൻ്റെ മിഡ് കോഴ്സ് ഉണ്ട്, എവിടെയാണ് അതിൻ്റെ അച്ചീവ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ടാവുക, ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇസ്രായേലിനെ കൊണ്ട് അറിയാൻ സാധിക്കും. കാരണം ഇസ്രായേലിന്റെ പക്കലുള്ള റഡാർ അത്യാധുനിക റഡാറാണ്.
ഇറാന്റെ പക്കലുള്ളതുപോലെ പഴയകാല റഡാർ അല്ല. ഞാൻ ഇതിനകം പറഞ്ഞു, 25 വർഷമായി ഇറാന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാധുനിക റഡാർ ടെക്നോളജീസ് ഒന്നും ഈ രാജ്യത്തേക്ക് പോയിട്ടേ ഇല്ല. ഏതെങ്കിലും രീതിയിൽ ഇവർ കള്ളക്കടത്തൊക്കെ ചെയ്താൽ മാത്രമേ ആ രാജ്യത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇസ്രായേലിന് നന്നായി തന്നെ അറിയാൻ സാധിക്കും ഇറാന്റെ മിസൈൽസ് വരുന്നുണ്ട്, അതിനെ ആക്രമിക്കണമെന്നൊക്കെ. അതിനവർക്ക് കൃത്യമായ സമയവും ലഭിക്കും. അപ്പോൾ ഇത്തരമൊരു സമയവും ഇത്രയൊരു ടെക്നോളജീസ് ഉണ്ടായിരുന്നിട്ട് കൂടിയും ഇറാന്റെ ഈ മിസൈലുകളെ ഇസ്രായേലിനെ കൊണ്ട് തടയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതെത്ര വലിയ പിഴവാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും, ഒരാൾ ഒരു വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും. അതേസമയം നമ്മുടെ ശത്രു വരികയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട് പൂട്ടി മറ്റെവിടെയെങ്കിലും പോകും. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഇസ്രായേലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാകണം. ശത്രു രാജ്യം നമ്മെ നോക്കി മിസൈലുകൾ അയക്കുമെന്ന് ഇസ്രായേൽ നന്നായി തന്നെ അറിയാം. അപ്പോൾ അതിന് സമയവും അവർക്കുണ്ട്. എന്നിട്ട് കൂടിയും അവർക്ക് തടയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് 2 കാരണം. ഒന്നുകിൽ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളങ്ങ് ആക്രമിക്കുക, സാരമില്ല ഞങ്ങൾ തിരിച്ചാക്രമിക്കാം എന്ന് കരുതി 2 കൈയും വിരിച്ചു പിടിക്കും. പക്ഷേ ഇസ്രായേൽ അത്തരം ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഇനി മറ്റൊരു കാരണം, ഇതിനെ തടയാൻ ആവശ്യത്തിന് മിസൈലുകൾ ഇവരുടെ പക്കൽ ഇല്ലാതെ പോയത്. അങ്ങനെയാണെങ്കിൽ ഈ 2ാമത്തെ കാരണം, ഇതാണ് ഇസ്രായേലിന് ചേരുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനാണ് അമേരിക്ക അവരുടെ ചില ഫൈറ്റർ ഷിപ്സിനെല്ലാം അയച്ചത്. ഞങ്ങൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കും, ഇസ്രായേലിന് ആവശ്യമായ സഹായം എത്രയും പെട്ടെന്ന് നൽകണമെന്നുള്ള വിവരവും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങളും പോകുന്നുണ്ട്. ഇതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് നിന്നാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത്, യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. ഇതിന് കാരണം മറ്റു മാർഗമില്ല. ഇപ്പോൾ ഇറാനെ നേരിട്ട് സഹായിക്കാൻ രാജ്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ. 2025 ജനുവരി മാസം 17 ആ തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇറാനും റഷ്യയ്ക്കും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കരാറുണ്ടായി, സ്ട്രാറ്റജിക് മിലിറ്ററി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഈ സ്ട്രാറ്റജിക് മിലിറ്ററി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, എനിക്കെതിരെ ഏതെങ്കിലും ഒരു മിലിറ്ററി പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിനെതിരെ ഏതെങ്കിലും ഒരു മിലിറ്ററി പ്രശ്നം വന്നാൽ 2 പേരും മാറി മാറി സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റഷ്യ ഇതുവരെയും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇറാൻ ആക്രമിക്കുന്നത് വരെയും ആക്രമിക്കട്ടെ, ഇറാനെ കൊണ്ട് കഴിയാതെ വരുമ്പോൾ റഷ്യ കളമിറങ്ങും. ഇങ്ങനെയാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇപ്പോഴും റഷ്യ കളമിറങ്ങിയിട്ടേ ഇല്ല. പല മാധ്യമങ്ങളും റഷ്യ കളമിറങ്ങി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തേക്ക് ഇറാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ശരി, റഷ്യ മാത്രമാണോ ഇനി കളമിറങ്ങുക എന്ന് ചോദിച്ചാൽ ഇല്ല, അതിനും സാധ്യതയില്ല. ഉത്തര കൊറിയ എന്ന രാജ്യം ഉണ്ടല്ലോ. ഇറാന് ഇന്നുള്ള ഈ ഒരു മിസൈലിൽ തന്നെ അതിനവീന മിസൈൽസ് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തത് തന്നെ ഉത്തര കൊറിയ എന്ന രാജ്യമാണ്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കുറച്ചുകൂടെ വിശദമായി അറിയാം. കാരണം 20,000 മിസൈൽസ് എങ്ങനെ ഇറാന്റെ പക്കൽ ഉണ്ടാകും? ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഈ സംശയമെല്ലാം ക്ലാരിഫൈ ചെയ്യേണ്ടതും ഒരു കടമയാണ്. അപ്പോൾ വോയിസ് ഓഫ് വിക്കിയിൽ ഇങ്ങനെയുള്ള ഇൻ ഡെപ്ത് വീഡിയോസ് തീർച്ചയായും വരും. അതിനാൽ അടുത്ത വീഡിയോ വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, മിസ് ചെയ്യാതെ കാണുക. ഇറാന്റെ ഈ ആണവായുധ പദ്ധതി ആർക്കും പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല, എല്ലാം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ലെങ്കിൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഇറാൻ അണുവായുധം നിർമ്മിക്കും എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇതിന് കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ ഒരു ആക്രമണം നടത്തി, അവരുടെ 9 ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ ആക്രമിച്ചു. ഈ ഒരു സംഭവം കാരണം ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം പിന്നിലേക്ക് ഇറാൻ പോയെന്ന് വരാം. പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം UHPC, അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ആണ്. ഈ അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഇറാൻ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലെല്ലാം UPHC എന്ന് പറയപ്പെടുന്ന കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു തുരങ്കം നിർമ്മിച്ചു, അതിന് താഴെ UPHC എന്ന കോൺക്രീറ്റ് നിർമ്മിച്ച് അതിന് താഴെയാണ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ഭൂമിക്കടിയിലുള്ള ഒരു UPHC സിസ്റ്റത്തെ നശിപ്പിക്കുന്നതിന് GBU 57 ബോംബ്സ് ഒക്കെ ഉപയോഗിക്കാമെന്ന് ഒരുപാട് പേർ പറഞ്ഞാൽ പോലും അതും സാധ്യമല്ല. എത്രത്തോളം സാധ്യമാണെന്ന് ചോദിച്ചാൽ, ഈ ബോംബുകളൊക്കെ അങ്ങനെ എറിഞ്ഞാൽ പോലും ഈ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു കോൺക്രീറ്റിൽ 2 മീറ്ററോളം മാത്രമേ കേടുപാടുകൾ വരുത്തിക്കാൻ അവയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള അതിനവീന ബോംബുകൾ എറിഞ്ഞാൽ പോലും ഈ ഒരു കോൺക്രീറ്റിനെ പൂർണ്ണമായും തകർക്കാൻ കഴിയില്ല. 2-3 മീറ്റർ മാത്രമേ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കാൻ കഴിയൂ. അതിനും താഴെയുള്ള സ്ട്രക്ചറെ ഇപ്പോഴുള്ള ഈ അതിനവീന ബോംബ്സുകളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം മണ്ണിനടിയിൽ ഭൂമിക്കടിയിലാണുള്ളത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് ഇറാനിലുള്ള UPHC എന്ന സ്ട്രക്ചർ ഇത് വളരെ സ്ട്രോങ് ആണ്.
ഇറാന് നന്നായി തന്നെ അറിയാം നമ്മെ ആക്രമിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം സുരക്ഷിതമായി ഭൂമിക്കടിയിൽ അത്രയും സ്ട്രോങ് ആയി തന്നെ അവരുടെ ബേസസ് എല്ലാം നിലനിർത്തിയിട്ടുണ്ട്, അത്രത്തോളം ആഴത്തിൽ. അപ്പോൾ പിന്നെ അതിനടിയിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ടാകും? അവിടങ്ങളിൽ എവിടെയാണ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത് ഇറാന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായും ഇറാന്റെ അണുവായുധ സ്വപ്നത്തെ തകർത്തു എന്ന് പറയുന്നത് വെറും ഒരു പ്രചരണം മാത്രം. ഇപ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നത് മൂലം ഇസ്രായേലിന് ഒരു ആശ്വാസം ഒരു പക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ അതൊരു പൂർണ്ണമായ ആശ്വാസമല്ല. ഇസ്രായേലിനെ കൊണ്ട് ചെറിയൊരു കലക്കം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതല്ലാതെ ഇറാന്റെ ഈ സ്വപ്നം തുടരുക തന്നെ ചെയ്യും. ഈ വീഡിയോ പോലെ തന്നെ അടുത്ത വീഡിയോയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ട് വോയിസ് ഓഫ് വിക്കി ചാനൽ ഒന്ന് പരിശോധിക്കുക. വോയിസ് ഓഫ് വിക്കി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയി തന്നെ അപ്ഡേറ്റ് ലഭിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.